PR എന്നുള്ളൊരു വാക്ക് സത്യത്തിൽ ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ചീത്തപ്പേരുള്ളൊരു വാക്കാണ്. പക്ഷേ എനിക്കൊന്ന് ഒരു കാലത്ത് അത്ര മോശം പേരല്ലാത്തൊരു കാലത്ത് ഇട്ട ഒരു പേരായതുകൊണ്ട് ഇനിയിപ്പം സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ മാറ്റാൻ പറ്റില്ലല്ലോ. സോ യു ആർ സ്റ്റക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ PR എന്ന് ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമുള്ള പലതും ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു സത്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷനാണ്, അത് ബേസിക്കലി കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷനെ നമ്മൾ അതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇവർ പറയാൻ ശ്രമിക്കുന്നതും ഇവരുടെ ഒരു ആശയങ്ങളും പൂർണ്ണമായിട്ട് നമുക്കും മനസ്സിലാവുള്ളൂ. PR ഇസ് വെരി പേഴ്സണൽ. സത്യമാണ്, ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെയോ ബ്രാൻഡ് ചെയ്യുകയും അതിനെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തള്ളുക എന്ന് പറയും, തള്ളി മറിക്കുന്നതിനെയാണ് PR എന്ന് പറയും. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി മച്ച് മോർ. നമുക്ക് ആശയങ്ങൾ കൊണ്ടുവരാനും മനസ്സുകളെ തമ്മിൽ യോജിപ്പിക്കുന്നതും ഒക്കെയാണ് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ആണ് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരു കാര്യം പറയുന്നു, കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് എടുക്കാനും ഞാൻ എന്താണോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അവരുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യാം. സോ യു നീഡ് എ മീറ്റിംഗ് ഓഫ് മൈൻഡ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഏതാ? പല മീഡിയം. പണ്ട് കാലത്തായിരുന്നു ഈ മീഡിയം വളരെ പരിമിതമായിരുന്നു. പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. പിന്നെ വിഷ്വൽ മീഡിയ വന്നു. ഇപ്പോൾ റിയൽ ടൈം മീഡിയ ആണ്. നമുക്ക് എഡിറ്റ് ചെയ്യാനോ മാറ്റി പറയാനോ ഒന്നിനും ഒരു അവസരമില്ലാത്ത വിധത്തിൽ അത്രയും ട്രാൻസ്പെറന്റ് ആൻഡ് ലൈവായിട്ട് പോകുന്നൊരു സാഹചര്യം. അതേ കണ്ട് അവിടെ ഇരുന്ന് ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അതായത് നമുക്ക് യു ഡോണ്ട് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഈവൻ കറക്റ്റ്. അപ്പം എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതേപടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഇറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. അത്രയും ചിന്തിച്ച് അത്രയും ഉറപ്പുവരുത്തി മാത്രം സംസാരിക്കേണ്ട ഒരു അവസ്ഥ കൂടെ വരികയാണ്. ദർ ഇസ് നോ സ്കോപ്പ് ഫോർ മിസ്റ്റേക്ക്. ഒരു ചെറിയ അബദ്ധം പോലും പറ്റിയാൽ അത് യു വിൽ ബി ഹെൽഡ് അക്കൗണ്ടബിൾ, ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. കാരണം ഡിജിറ്റൽ എവിഡൻസും ട്രെയിലും വെച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റത്തിനകത്താണ് കമ്മ്യൂണിക്കേഷൻ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ റെലവൻസ്. അവിടെയാണ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇത്തരം ഏജൻസീസിൻ്റെ റോളും വരുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ച പോലെ അറിയാം. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു എന്നെ തള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് തള്ളിയിരുന്നു. ഞാൻ കോഴിക്കോട് മലമറിച്ചു എന്നൊക്കെ. പക്ഷേ സത്യത്തിൽ കോഴിക്കോട് ഇറ്റ് വാസ് ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും ജില്ലാ കളക്ടറുടെ പേജ് തുടങ്ങി. അങ്ങനെ ആ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല, ഗവൺമെന്റിൽ ആരും ഉപയോഗിക്കുന്നുമില്ല. അന്ന് മന്ത്രിമാർക്കോ കളക്ടർമാർക്കോ SP-മാരോ ഇങ്ങനെയൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ ഒരു മീഡിയത്തിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നും കാര്യങ്ങൾ ഞങ്ങൾക്ക് ആക്ച്വലി ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ വളരെ ഗുണപ്രദമാവുമെന്നും മനസ്സിലാക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. കാരണം ഇൻഫർമേഷൻ ഈസ് പവർ, നോളജ് ഈസ് പവർ. എനിക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് നിന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ കളക്ടറായിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഡെപ്യൂട്ടി കളക്ടേഴ്സോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നവരോ ഒരു വേർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വ്യക്തതയുള്ള വേർഷൻ എനിക്ക് വേറെ സോഴ്സസ് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്നോ രണ്ടോ തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു ഞാൻ അനുഭവസ്ഥനാണ്. രണ്ടാമത് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡൈനമിക് ടൂൾ. ഡൈനമിക്കാണ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഡൈനമിക് ആയിട്ടാണ്. പക്ഷെ നിങ്ങളൊന്ന് വളരെ ഒബ്ജക്റ്റീവായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഗവൺമെന്റിന്റെ പേജസ് ഡൈനമിക് ആണോ? ഇന്നും അത് PRD റിലീസ് പോസ്റ്റ് ചെയ്യാന്നല്ലാതെ അതിലപ്പുറം എന്താണ് നടക്കുന്നത്? എത്രയോ കാലമായിട്ട് തുടരുകയാണ്. പക്ഷെ അഗെയിൻ ഇത് തള്ളുകയല്ല, യു ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് ചെക്ക്. 2014, 15, 16 ആ ഒരു പീരീഡിൽ കോഴിക്കോട് കളക്ടറുടെ പേജ് ഹാൻഡിൽ ചെയ്തത് എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കുക. ഇത് പ്യൂർലി ഡൈനമിക്. അവിടെ കളക്ടറുടെ എൻ്റെ തല എൻ്റെ ഫിഗറൊന്നും അവിടെ ഇടാറില്ലായിരുന്നു. ഞാൻ ഇന്നത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് പോലും അവിടെ ഇടാറില്ലായിരുന്നു. ഇറ്റ് വാസ് എ പോളിസി ഡിസിഷൻ വിച്ച് ഐ ടുക്ക്. അതായത് ഈ പേജ് എന്തിനാണ്? ഡൈനമിക് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തുറന്നു തന്നിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. ഡൈനമിക് ആയിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ററാക്ഷൻ. അവിടെ ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ മറ്റൊരാൾ വന്ന് കമന്റ് അടിക്കും. ഇതൊന്നും അറിയാത്ത മൂന്നാമതൊരാളായിരിക്കാം ഒരുപക്ഷെ അതിൽ നിന്നൊരു മെസ്സേജ് എടുക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് വെരി ഡൈനമിക്, സ്പൊറാഡിക്. ഏതൊക്കെ ദിശകളിലേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റാത്തൊരു ഈ ആറ്റം ബോംബ് പൊട്ടിക്കുന്ന പോലെ. പക്ഷെ അത് കൺട്രോൾഡ് എക്സ്പ്ലോഷൻ എങ്ങനെ ആക്കാം എന്നുള്ളതാണ്, അവിടെയാണ് അതിൻ്റെ ഒരു സയൻസ്, അല്ലെങ്കിൽ അവിടെയാണ് അതിൻ്റെ ഒരു കലയും ഒളിഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി ചെയ്യണം. അപ്പം അന്ന് അനുഭവത്തിലൂടെ പഠിച്ചതാണ്. അന്ന് ഒരു പേജ് മാനേജ് ചെയ്യാനോ അങ്ങനെയൊന്നും ആരും ഇല്ലാത്ത കാലം കൂടെയാണെന്ന് ഓർക്കണം. അപ്പോൾ അന്ന് ഇന്റേൺസിനെ എടുത്ത്
നമുക്ക് കിട്ടുന്ന എൻ്റെ പരിമിതമായ അറിവ്, അവരുടെ ഒരു ഇൻപുട്ട്, യങ്സ്റ്റേഴ്സിന്റെ ഒരു എനർജി, ഇതൊക്കെ വെച്ചൊരു കൂട്ടായ്മയിലാണ് അത് ഓടിച്ചത്. അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് വിത്ത് ഹൂവർ ഇസ് ഹാൻഡ്ലിങ്. അപ്പോൾ കളക്ടറുടെ പേജിൽ എന്ത് വന്നാലും ഞാനാണ് ഉത്തരവ്. അതുകൊണ്ട് ഫൈനൽ അപ്രൂവലും എല്ലാ മെസ്സേജും അതും ആ പേഴ്സണാലിറ്റി അതിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഐ എം ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അവിടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, കൺസൾട്ട് ചെയ്യുക, ജനങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇൻപുട്സ് എടുക്കുക, അവരറിയേണ്ട കാര്യങ്ങൾ അറിയിക്കുക, ഒരുപക്ഷെ അവരെ സജ്ജമാക്കുക, ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രൈം ചെയ്തെടുക്കുമല്ലോ, ടു ഫീഡ് ഇൻപുട്ട് കൊടുത്ത് തയ്യാറാക്കി കൊണ്ടുവരിക. ഇതിനൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുക. അത് കുറച്ച് പണിയുണ്ട്, അതിനൊരു ടോട്ടൽ പ്ലാൻ ആവശ്യമുണ്ട്. മാത്രമല്ല നമ്മുടെ വ്യക്തമായിട്ടുള്ള എന്താ പറയുക, ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയും. ഇന്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജിങ് വരുള്ളൂ. ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്ത് പറയുന്നത് ഒന്നായിരിക്കും, മറ്റൊരിടത്ത് പറയുന്നത് വേറൊന്നായിരിക്കും. കാരണം നിങ്ങളുടെ ഉറവിടം ശരിയല്ല. അപ്പോൾ ആദ്യം വേണ്ടുന്ന ഉറവിടത്തിലുള്ള വ്യക്തതയാണ്. നിങ്ങൾ എന്താണ്, വാട്ട് ആർ യു? ഇറ്റ് കുഡ് അപ്ലൈ ടു എ പേഴ്സൺ, ടു എൻ ഓർഗനൈസേഷൻ, ടു എനിബഡി, ടു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, കമ്പനീസ്, ആരാണ്, എന്താണ് നിങ്ങൾ എന്നുള്ളൊരു വ്യക്തത നിങ്ങൾക്ക് ആദ്യം, നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ള വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മെസ്സേജിങ് വരുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുക, കൺസിസ്റ്റൻസി ആണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും ഇപ്പോൾ പറയുന്നതും. കാരണം റിയൽ ടൈം മെസ്സേജിങ്ങും കമ്മ്യൂണിക്കേഷനും വരുമ്പോൾ വരുന്ന ചലഞ്ച് അതാണ്. സോ ഈ സാധ്യതകൾ കണ്ട് ഭയന്ന് പിന്മാറുന്നതിന് പകരം പുതിയ സാധ്യതകൾക്കനുസരിച്ച് നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PR എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ടീസ് ഉള്ള അഡ്വൈസറിയോ ആ ഒരു ലെവലിലേക്കാണ് ഇന്ന് ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഐ എം വെരി മച്ച് അവെയർ ഓഫ് ദാറ്റ്. അല്ലാതെ ഈ പേരിൽ PR കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ കൂട്ട് പോസിബിലിറ്റീസ് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ക്രിട്ടിക്കലായിട്ട് പറയല്ല, നമ്മുടെ ഒഫീഷ്യൽ പേജുകളിൽ ഇന്നും PRD റിലീസ് പോസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് വൈ കാൻ വി ഗോ ദാറ്റ് ഇസ് എ സീരിയസ് ഇഷ്യൂ വി ഷുഡ് കൺസിഡർ. കാരണം മറ്റ് പല രാജ്യങ്ങളിലും ഇതിനപ്പുറം നടക്കുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് ഗവൺമെന്റ് ഇന്റർഫേസ് ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? അതിനകത്ത് ആക്ച്വലി അവർ അതിന്റെ മൊഡ്യൂൾ വരെ തരുന്നുണ്ട്. ഇപ്പോൾ എസ്റ്റോണിയയും മറ്റു രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ ഗ്രീവൻസ് പറയാം. ഇങ്ങനെ ഒരു മൊഡ്യൂൾ ഇല്ലാത്ത കാലത്ത് ഞങ്ങൾ കോഴിക്കോട് ചെയ്തിട്ടുണ്ട്. അതായത് കമന്റ്സിനകത്ത് ഗ്രീവൻസ് വരുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ബാക്കിൽ ഒരു ടീം വെക്കേണ്ട കാര്യമുള്ളൂ. അത് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തെടുക്കുകയും പരാതികളായിട്ട് വന്ന കേസസ് ഓരോന്നും സോൾവ് ചെയ്യാൻ വേണ്ടി യു ജസ്റ്റ് നീഡ് ടു പുഷ് ഇറ്റ്. എന്നിട്ട് തിരിച്ചവിടെ അതിന്റെ ബ്യൂട്ടി എന്താണെന്ന് ആലോചിക്കൂ. കാരണം ഒരു സാധാരണക്കാരൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് വരണം. കളക്ടറുടെ ഓഫീസിലോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഓഫീസിലോ ഒക്കെ മിനിസ്റ്റർ ഓഫീസിലോ ഒക്കെ ഒരു ദിവസമോ 2 ദിവസമോ അയാൾ മെനക്കെട്ട് അയാളുടെ ജോലിയും കൂലിയും എല്ലാം മാറ്റി വെച്ചിട്ടാണ് വന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നത്. അന്ന് ഈ ലോജിക്ക് പറഞ്ഞപ്പോൾ അന്ന് കുറച്ചുകൂടെ എന്താ പറയുക റെസിസ്റ്റൻസ് ഉള്ളത്. ആദ്യമായിട്ട് എന്ത് ചെയ്യുമ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം അന്ന് എനിക്കിന്നും ഓർമ്മയുണ്ട്, ഫേസ്ബുക്കിൽ കുത്തിക്കളിക്കുകയാണ് കളക്ടർ എന്ന് പറഞ്ഞ ഒരു ക്രിറ്റിസിസം എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല അവരുടെയൊക്കെ വിചാരം അവിടെ DP അവിടെ ഉണ്ടെന്ന് വെച്ചാൽ 24 മണിക്കൂറും അവിടെ തന്നെ നമ്മൾ ഇരിക്കുന്നു എന്നാണ് വിചാരം. അങ്ങനെയല്ല, DP അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി അവിടെ ഫുൾ ടൈം ലോഗ്ഡ് ഇൻ ഒന്നുമല്ല. നമുക്കിത് വരുന്ന മെസ്സേജസോ ഇതൊക്കെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാനോ അത് പ്രോസസ്സ് ചെയ്യാനോ ഏതാനും മിനിറ്റുകളെ സത്യത്തിൽ ആവശ്യമുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഫുൾ ടൈം ചെയ്യുന്ന എന്താ, മിക്കവാറും സ്ക്രോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, യു ഡോണ്ട് ആക്ച്വലി ഡു എനിത്തിങ്. അതിനെ ഒരു സെൻസ് ഓഫ് പർപ്പസ് വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഏത് മെസ്സേജോ അല്ലെങ്കിൽ ഏത് കമന്റാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, ഏതാണ് ഇഗ്നോർ ചെയ്യേണ്ടതെന്ന് അറിയാം. അതിന്റെ ഒരു സ്ട്രാറ്റജിയും മറ്റുമൊക്കെ ഇവോൾവ് ചെയ്ത് വരും. ഇതൊന്നും ഇല്ലാത്ത കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ വേർ ഡു വി സ്റ്റാൻഡ്, നമ്മൾ എന്തുമാത്രം പുരോഗമിച്ചു എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെന്നേ, നമ്മളിത് ഓൺലൈനിൽ ഇരുന്നിട്ട് എന്താണ് കാണുന്നത്, നമ്മൾ വൈ ആർ വി നോട്ട് ഈവൻ അവെയർ ഓഫ് ഇറ്റ്. ഈ മോഡ്യൂളുകൾ ബാക്കിൽ വെച്ചിട്ടുള്ള എത്രയോ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനകത്ത് ഗവൺമെന്റിന് വേണ്ടി ഇവർ ചെയ്യുന്നതെന്നു വെച്ചാൽ പാറ്റേൺസ് ഡിറ്റക്ട് ചെയ്യും. ഒരേ വിഷയത്തിൽ അനവധി പരാതികൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിനനുസരിച്ച് ബേസിക്കലി ഇത് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മൾ ഓരോരുത്തരും
എവിടെങ്കിലും പ്രകടിപ്പിക്കുന്ന ഒരു അഭിപ്രായം ഇറ്റ് മാറ്റേഴ്സ്. ഒരു ഗവൺമെന്റ് പെർസ്പെക്റ്റീവ് ചെയ്യുന്നത് ഇറ്റ് ആക്ച്വലി മാറ്റേഴ്സ്. അങ്ങോട്ട് പറയൽ മാത്രമല്ലല്ലോ, വൺ വേ ട്രാഫിക് അല്ലല്ലോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ 2-way തിങ്. അപ്പം ഞാൻ ഗവൺമെന്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ കോർപ്പറേഷനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ടേക്ക് നിങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നാൽ മതി, എന്നിട്ട് ആൻഡ് യു ആർ അസ്യൂമിങ് ദറ്റ് നിങ്ങൾ എല്ലാവരും അത് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതേപടി അങ്ങ് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ അൺസയന്റിഫിക് ആണ്. നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നും മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ ക്ലയന്റിന്റെ ഒപ്പീനിയൻ കൂടെ അറിയണ്ടേ. അതിലോട്ട് ഇവോൾവ് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന ടൂൾസാണ് ഈ സോഷ്യൽ മീഡിയ ടൂൾസ്. അവിടെ പോലും നമ്മൾ വൺ വേ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പം ഇറ്റ് ആക്ച്വലി ഷോ സംതിങ് എൽസ്. നമ്മൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യമാണ് സത്യത്തിൽ അതിൽ പ്രകടമാവുന്നത്. നമ്മൾ ആ കൊളോണിയൽ സ്റ്റൈലിൽ നീയൊക്കെ കേട്ടാൽ മതി.